Hello ladies and gentlemen, welcome back to our channel, our happy face. Yes, our happy face ഇപ്പോൾ നാട്ടിലാണുള്ളത്. നമുക്കറിയാം ബേബിയുടെ ബാപ്റ്റിസത്തിന് വേണ്ടി വന്നതന്നെ. എൻ്റെ ബേബിയുടെ അല്ല, എൻ്റെ ചേട്ടൻ്റെ ബേബിയുടെ. അപ്പോൾ എല്ലാവരും കൂടി ഫുള്ള് വൈബ് തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരൊറ്റ വ്ളോഗോ അല്ലെങ്കിൽ 2 പാർട്ടോ ആയിട്ടാവും കാണിക്കുക. ഇപ്പോൾ ഇന്ന് തലേദിവസം രാത്രി ഇതേ ഇപ്പോൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ളവർ, നാട്ടിലുള്ളവർ പരമാവധി ഇതേ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇപ്പോൾ ബാപ്റ്റിസത്തിന് ഡാൻസ് കളി ഉണ്ട്. ഇത്ര പുതിയ പരിപാടിയാണ്. ബാപ്റ്റിസത്തിൻ്റെ ഡാൻസ് പ്രാക്ടീസിങ് നടന്നുകൊണ്ടിരിക്കുക. കസിൻസ് മാത്രമല്ല ഉള്ളത്, എല്ലാവരും അമ്മമാരും എല്ലാവരും കൂടി കിടന്ന് ഡാൻസ് കളിച്ച് തിക്കും തികൃതിയായിട്ടിരിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് തന്നെ താഴെ നടക്കുന്ന ഒരു ആഘോഷത്തിൽ കാണിച്ചു തരാം. ഞാൻ ബേബിയുടെയും ഫേസ് കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ് us ഗോ. ഇതാ കുറേ നേരം അതിൻ്റെ കൂടെ തുടങ്ങിയിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. തെറ്റുണ്ടോ ശരിയാണോ എന്ന് ആർക്കും അറിയില്ല. ഒരു മേല് തട്ടാ, ഞാൻ ഒരാളെ നോക്കട്ടെ. എന്തോ നടക്കുന്നുണ്ട്. ആകെ തിക്കും തിരക്കുമാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പാട്ടും കൂത്തും ഡാൻസും തിക്കും തിരക്കും. ഇത് റിഹേഴ്സൽ സെക്ഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് റിഹേഴ്സലാണെന്ന് ഇവർക്ക് അറിയുള്ളൂ. ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് എങ്ങനെ ചാടി മറയുന്നുണ്ട്. തകർത്തു. ഇത് ഫൈനലി ശരിയായി ഗായ്സ്. ഇത് ഫൈനലി ലാസ്റ്റ് കത്തട്ടുണ്ട്. നീ ഡാൻസ് കളിക്കുന്നുണ്ടോ? നീ ഡാൻസ് കളിക്കണ്ട ഇതില്? നീ കളിക്കണ്ട? ഓ മൈ ഗോഡ്. ഇതാണ് കസിൻസ്. ഈ ഒരു അറ്റൻഡേ തുടങ്ങുന്നു. ഇത് കസിനല്ല, ഇത് മമ്മിയാണ്. ഇതാണ് കുട്ടിയുടെ അപ്പൻ, ഇത് കുട്ടിയുടെ അമ്മ, ഇതെൻ്റെ ഒരു പെങ്ങള്, ഇത് അടുത്ത കസിൻ, ഇതെൻ്റെ വൈഫിൻ്റെ മമ്മി, ഇതാണ് എൻ്റെ വൈഫ്, ഇത് ചേട്ടൻ്റെ കൂട്ടുകാർ. അങ്ങ് കാനഡയിൽ നിന്നും വന്നതാണ് ഇവര്. ഇതാണ് നമ്മുടെ കുട്ടി. ഹലോ. ഇത് ഡാഡി, ഇത് വൈഫിൻ്റെ അപ്പൻ, പപ്പ. ഇത് ജിന്നിൽ കണ്ട ഭയങ്കര സീരിയസാണ്. അപ്പോൾ ഇനി ഫൈനൽ ടേക്കിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ ഡാൻസ്, ഫൈനൽ ടേക്ക്. ലെറ്റ്സ് ഗോ. ഞങ്ങൾ രണ്ടാളും കൂടി ചോക്ലേറ്റ് എടുത്തിട്ട് വരാം. ഞങ്ങൾ ചോക്ലേറ്റ് എടുക്കാൻ പോകണം. അല്ല മമ്മ? ഞങ്ങൾ ചോക്ലേറ്റ് എടുക്കാൻ പോകണു. ഇത് എങ്ങോട്ട് എന്നെ കൊണ്ട് പോകണ? ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം മമ്മു, ശ്രദ്ധിച്ചിട്ട് തുറക്കണം. ഫ്രിഡ്ജ് നിറച്ച് സാധനങ്ങളാണ് ഗൈസ്, സെറ്റ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ചോക്ലേറ്റ്. ഇതിൽ ഈ പിസ്താഷോ വെഫേഴ്സ് ചോക്ലേറ്റ്, ഇതിൽ പിസ്ത സൂപ്പറാണ് അല്ലേ മാമ? സൂപ്പറാണ്. ഇത് അങ്ങോട്ട് പോകുന്നു. ഞാൻ നൈസായിട്ട് നല്ല നാടൻ കള്ളുണ്ട്. നാടൻ കള്ള് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കൊണ്ടുവരും. ഇത് എവിടുന്നാണ് കൊണ്ടുവന്നതല്ല. ഇത് നമുക്ക് ഇവിടുന്ന് സെറ്റാക്കിയതാണ്. ഇത് സെറ്റാക്കി തന്ന എൻ്റെ സ്വന്തം രൂപേഷ് ചേട്ടനോട് ഞാൻ നന്ദി പറയുന്നു. ആളാണ് ഇത് സെറ്റാക്കിയത്, നാടൻ കള്ള്. ഇതിപ്പോൾ മൊത്തം കുറച്ചുണ്ടായിരുന്നു. ഇത് ഞാൻ മദ്യപാനത്തെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. നമ്മുടെ നാടൻ കള്ള് കുടിക്കുമ്പോൾ ഒരു രസം, അത് ഒരു സംതിങ്. ഇത് രസമാണെന്ന് പറഞ്ഞിട്ട് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഗ്യാസ് ഉണ്ട്, നല്ല ഗ്യാസ് ഉണ്ട്. ഇത് മദ്യപാനത്തെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് നല്ല തണുപ്പിക്കുക, നല്ല നാടൻ കള്ള് തണുപ്പിച്ച് മേടിക്കുക. ഇത് നമ്മൾ ആ തലയ്ക്ക് പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഇടുന്നതിന് മുൻപ് മേടിക്കാം. എന്നിട്ട് ആ സാധനം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ട് അവിടെ അടിക്കാം. അസ്തല്ല പിസ്ത ബേബേ. ഇത് കഴിഞ്ഞപ്പോൾ ചെക്കൻ്റെ ഇതെന്ത് കല്യാണം, എന്തൊക്കെ ഞാൻ പറയണേ. ഞാൻ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. നാടൻ കള്ളായിരുന്നു, അല്ലേ വേറെ ഒന്നും. എല്ലാവരും കമോൺ. ചെക്കനല്ല, കുട്ടിയുടെ അച്ഛൻ്റെ അമ്മേൻ്റെയും കുട്ടിയുടെ അപ്പൻ്റെ അമ്മേൻ്റെയും പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട്. ഇതാണ് കോച്ച്, മെയിൻ ഹെഡ് കോച്ച്. ഇതേ വീഡിയോ എടുക്കണു, ചെറിയ കോച്ച്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കില്ല. നാളെ നമ്മളിതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അത് കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ. ഇനി പാട്ട് തുടങ്ങാം. അവൻ്റെ ആ മുടി നോക്കാം, അവൻ്റെ ആ മുടിക്കാ പൈസ. സംഭവം എൻ്റെ ചേട്ടനാ എന്താ പറഞ്ഞിട്ട് കാര്യം. അമ്മാനെ അങ്ങനെടാ. ചേച്ചി പഠിച്ചു. ഞാൻ എന്തായാലും ഫുള്ള് റിഹേഴ്സൽ നടക്കുന്നു. ഈ പാട്ട് ഞാൻ കേൾപ്പിച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. 10 ഉറുപ്പിക കിട്ടും എനിക്ക്. അപ്പോൾ ഞാനിത് നിർത്തുകയാണ്. ഇനി റിഹേഴ്സൽ കഴിയട്ടെ. നോക്കാം ഇതാ കണ്ടോ. സെറ്റ് ഉണ്ണീനെ നോക്ക്. അതാണ് ഫുള്ള് വൈബ് ഗൈസ്, ഫുള്ള് വൈബ്. ഇതാണ് വൈബ്. ഇതാണ് നാട്ടിലെത്തിയിട്ട് നമ്മൾ തകർക്കുന്ന വൈബ്. അടിപൊളി. നോക്ക് കുട്ടികളെ കിടന്ന് കളിക്കുന്നത്.
സെറ്റ് ഡജില്ല മതിയിട്ട കഴിഞ്ഞു മതി ഇനി മതിയിട്ട കഴിഞ്ഞ സൂപ്പർ സാധനം കേട്ടാ നമ്മുടെ നാടൻ കല്ല് ഒരു തലക്ക് പിടിക്കാനുള്ള സാധനം ഇട്ടിട്ടില്ല പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല ഗായ്സ്. കള്ളുകൂടിയെ പ്രൊമോട്ട് ചെയ്യല്ല, ഇത് ജസ്റ്റ് ഫോർ എ ഫൺ. ഓക്കെ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ദേ എണീറ്റു. രാവിലെ ഞങ്ങൾ എണീറ്റു. രാവിലെ ഉറങ്ങാനൊന്നും പറ്റിയില്ല ശരിക്കും രാത്രി. എന്നാൽ നല്ല തിരക്ക് മീൻസ് ഇന്നലെ 2 മണി 3 മണിയായി. എനിക്കറിയാലോ, എല്ലാം കസിൻസും എല്ലാവരും കൂടി വന്ന ഒരു അവസ്ഥ. അപ്പം അങ്ങനെ താഴെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പിനുള്ള ആൾക്കാർ വന്നിട്ട് വിളി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഞാൻ അറിയുന്നത് ഇതെപ്പോഴാണ് ഇത്ര നേരം വെളുത്തു എന്നുള്ളത്. നല്ല അപ്പത്തിൻ്റെയും ഇഷ്ടുവിൻ്റെയും കറിയുടെ മണം കേട്ട് എണീറ്റ് വരുന്ന ഈ ഞാൻ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ കഴിച്ചു തീർന്നാ? ഞാൻ ഉറങ്ങിപ്പോയി. ഇത് പുതിയ പാത്രം പോലെ ഉണ്ടല്ലോ, ലെമോൾഡ് ഇഞ്ചി ഷേഡൊക്കെ. നീ കഴിച്ചിട്ടില്ല? ദ്രോഹി. അപ്പൊ ഇനി ഞങ്ങള് അപ്പമുണ്ട്, ഇഷ്ടമുണ്ട്. മട്ടനാണോ? ഗ്യാസ് ഇതിലൊന്നും ഇല്ലല്ലോ. അതെ, ഇതാ നമ്മുടെ അപ്പം ഇഷ്ടു. ആര് കട്ടി? ഇതാണ് വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പം. അപ്പോൾ ഇനി ഞങ്ങൾ വേഗം ഒരറ്റത്ത് നിന്ന് കഴിയും. ഇനി നമ്മുടെ പ്ലാൻ എന്തെന്ന്? പിന്നെ പള്ളി പോകണം. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇതാ അടുത്ത മേക്കപ്പ് കഴിഞ്ഞ ആള്. അടുത്തതല്ല, നീ എല്ലാവരും ആദ്യത്തെ ആള് മേക്കപ്പ് കഴിഞ്ഞു. ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനി അടുത്ത ആൾക്കാർ കയറുന്നു. ഇവിടെ ദേന അങ്ങനെ ലാസ്റ്റ്. അവളുടെ ആ മുടി കണ്ടറിയാം അവള് കുളിച്ചിട്ടായിരിക്കണേ. കണ്ട കറക്റ്റ് കുളിച്ചതായിരുന്നു. അതെ, ഇനി ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നത് നമ്മുടെ 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ വ്ളോഗ് ചിലപ്പോൾ 2 മണിക്കൂറോളം എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ. നന്ദി. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല റെഡ് ഇട്ടിട്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ മുതൽ ഇതിട്ട് നടക്കുക. ഇതിട്ട് നടക്കുക. ആളും ചോദിച്ചില്ല, ഞാൻ പറയേണ്ടി വന്നു. അപ്പൊ എന്തായാലും അവിടെ ഇങ്ങനെ നടക്കട്ടെ. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് മാമദേശ കുട്ടി എന്തോ ഉറങ്ങാണോ ബേബി? ഈ ഉറങ്ങണ കുട്ടീനെയാണോ നിങ്ങൾ ഒരുക്കാൻ പോണേ? അടിപൊളി. അപ്പൊ അവരങ്ങോട്ട് പോകുന്നു. എന്ത് പറ്റി? എന്താ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റിന് വിട്ടോണം. ഇവര് ആക്ച്വലി എന്താ പ്ലാൻ ചെയ്തത്? എന്തുവരെ നീ പറയുന്നത്? കറക്റ്റ്. അവരെന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ സംസാരം. പക്ഷെ എവിടെയോ പാടുന്നുണ്ട്. നാളത്തെ സൂപ്പർ ഫാസ്റ്റ് ഇവിടുന്ന് വിട്ടോണം. അതെ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്. ഇനി സൂപ്പർ ഫാസ്റ്റ് പറഞ്ഞിരുന്ന അപ്പൻ സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടിക്കും. അപ്പോൾ ഇനി ഫുഡ് അടി. ഞങ്ങള് നമ്മുടെ മേക്കപ്പ് ടീമിനാണ്. അതാണ് ഞങ്ങളുടെ ബ്യൂട്ടീഷ്യൻ. ചേട്ടൻ ബ്യൂട്ടീഷ്യനാ? ചെറുക്കൻ്റെ ഒരിക്കലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കൊച്ചിൻ്റെ അപ്പനൊരിക്കൽ. അതെ. അടുത്ത ആള് എവിടെ? അപ്പനൊരുക്കാണോ? അപ്പനൊരുക്കാണോ? ഇവിടെ നോക്കാം. സോ ഇവിടെ ഒരുങ്ങണ പരിപാടി നടക്കുന്നു. എൻ്റെ പോരാ, സംഗതികൾ പോരാ.
അതാക്കും അതിന് പെണ്ണുങ്ങളെല്ലാം ചെയ്യണം അപ്പൊ അതേപോലെ ആവും ഇപ്പൊ സെറ്റ് മുഴുവൻ അത്ര മുടിയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഞങ്ങളോ വീഡിയോ ചെയ്യുമ്പോ ഞാനല്ല പറയണ്ട ഞങ്ങള് കുട്ടീനെ ഉറക്കിയത് ചേച്ചി മാത്രം. അല്ല ഞങ്ങൾ ചേട്ടൻ നിങ്ങളും ഇല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇല്ലേ ഞങ്ങളും ഇല്ല ഇപ്പൊ അപ്പൊ എല്ലാരും കണ്ട മുന്നേ കുട്ടി തന്നെയാണ് അത് ചോദിച്ചിട്ടില്ല. എല്ലാരും ഒരുങ്ങി ഞങ്ങളും ഇവ മാത്രം ഒരുങ്ങിയിട്ടില്ല. മുടിയല്ല മറ്റേ അലൻ ജോസ് പരേല ആളുടെ സ്റ്റെപ്പ് അത്. അപ്പോൾ ഇനി എല്ലാവരും വണക്കം. A few moments later. സോ ഗായ്സ് നമ്മൾ തന്നെ ഒരുങ്ങി ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി ജിന്നിലായിരിക്കും നമ്മുടെ വീഡിയോഗ്രാഫർ അല്ലേ ജിന്നിൽ. അപ്പോൾ ഇനി പരിപാടികൾ എങ്ങനെ നടക്കണമെന്നുള്ളത് ഇനി വലിയ കഥയൊന്നും ഉണ്ടാവില്ല. കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇനി കാണാം. പിന്നെ അവിടുത്തെ അവസ്ഥ ഇതാ മോമു വന്നു അവൾ ഒരുങ്ങി സെറ്റ് ഫുള്ള് മെസ്സായിട്ടിരിക്കും അവിടെ മുഴുവൻ കേട്ടോ. കച്ചറാക്കിയിട്ടിട്ടുണ്ട്. എന്തായാലും ഇനി പരിപാടി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒതുക്കും വേണം. അവിടെ കൊച്ചിനെ കാണണം. ലെറ്റ്സ് ഗോ. പ്രയർ തുടങ്ങി. ഒത്തിരിയേറെ മക്കൾക്ക് കുഞ്ഞോളനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പൂർണ്ണമായ വലിയ ശക്തി പൂർണ്ണമായി അങ്ങനെ പ്രതിയാൽ വഴി നടത്തുവാൻ തക്കവിധം കഥാവിനെ അമ്മേ മാതാവിമാർക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം നൽകണമേ. പ്രാർത്ഥന കഴിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനും നന്മ നിറഞ്ഞ മറിയുന്ന ഫോർച്യൂണർ നടക്കണം. എല്ലാരും വരിവരെ നിൽക്കാൻ വരും. ചുപ്പിൽ കഴിച്ചാണോ കൊച്ചുകള്? വായോ മമ്മിമാരവിടെ ഡാഡി ആ ഫുഡ് വന്നിട്ടുണ്ട്. എന്റെ മമ്മി എന്താ ചെയ്യണ്ടേ? വീഡിയോ തുടങ്ങി നമ്മള് ഇതേനെ കണ്ട കുറച്ച് സാധനങ്ങളുമായി ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആരെ ബാക്കിലുള്ളത്? നമ്മൾ ആരതുണ്ട്, ജിഷയുണ്ട്, ലയുണ്ട്, കണ്ണു പിടിക്കണില്ല, മോമുണ്ട്, പിന്നെ ഇതേ ജീനിൽ കണ്ണാട വെച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. കണ്ണാടില്ലേ? കണ്ണാടില്ലാത്തൊരു കളിയില്ല. അപ്പൊ ഞങ്ങളിതേ പള്ളിയിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് നേരെ പള്ളിയിൽ നിന്ന് ഇനി എങ്ങോട്ടാ പോണേന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ്. ഇതോ സെറ്റ്. അവിടെ ആകെ തിരക്കായി അല്ലേ? ലാസ്റ്റ് മൊമെന്റിൽ ഭയങ്കര തിരക്കായി. നമ്മൾ വിചാരിച്ച പോലെ സ്മൂത്ത് ആയില്ല. എന്തായാലും ഇനി പള്ളിയിൽ സ്മൂത്ത് ആക്കാം. സമയമൊക്കെ എടുത്ത് ഇറങ്ങി 1 മണിക്കൂർ കാണാം. ഇനി നമ്മൾ അവിടുത്തെ ചെറിയ പരിപാടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കവർ ചെയ്യുന്നു. അതോടുകൂടെ നമ്മൾ പരിപാടികൾ അടുത്ത സെറ്റ്. മൈക്ക് ഇതെവിടെ സെറ്റാണ്. നമ്മളെ കുത്തിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് തന്നെ. നമ്മൾ എന്തെടുക്കണം, എന്താ പറയാനുള്ള എനിക്ക്? അല്ലടി അത് ചോദിക്കുമ്പോ നമ്മൾ പഠിച്ചു വരാനുണ്ടോ? മറ്റേ എനിക്ക് സമ്മതമാണ്. അതെ അങ്ങനെ വല്ല പ്രയറൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ചൊല്ലിക്കൊള്ളോട്ടാ, ചതിക്കരുതേ. കൂട്ടത്തിൽ അങ്ങോട്ട് ആഞ്ഞു പിടിച്ചോളോ. പ്രയറുകൾ ഉണ്ടെന്ന് നിങ്ങൾ കൂടെ ചൊല്ലിക്കൊള്ളോട്ടാ. ദേ ചതിക്കരുത്. എത്ര എന്തേളം മാതാവാ? എന്ത് നീ പറയണ്ടേ? ഞാൻ പോവാ. ഞാനിനി പരിപാടിക്ക് ഞാൻ ഇത്ര വലിയ പ്രശ്നം ചൊല്ലിക്കോ പറയാ. ചുമ്മാ കളിയാക്കാൻ വേണ്ടി പറയാ. എന്തായാലും നോക്കട്ടെ.
ഇതാ ഇത് പിടിച്ചോ. അപ്പോൾ ശേഷം ഞങ്ങൾ മിഞ്ഞാന്ന് പുലർച്ച ബാബങ്ങൾ കാണുമ്പോൾ പറയില്ല പിന്നെ ഞാൻ ഫുള്ള് നാച്ചുറൽ ഒറിജിനൽ. അല്ല പള്ളി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടാ. ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അപ്പോൾ സ്വർണ്ണം എവിടെ? അപ്പോൾ സ്വർണ്ണം എവിടെ? സ്വർണ്ണം എവിടെ? ഇങ്ങോട്ട് അടുത്തേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദാനിയേല വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. കഴിഞ്ഞു എന്നീ ചുണ്ട് കൊടുക്കണ. പിതാവിന്റെയും പുത്രന്റെയും ആമേൻ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദാനിയേല തുടച്ചു. കഴിഞ്ഞിട്ടാ മമ്മിയോട് എവിടെ ചൂടെടുക്കാന്ന് പറഞ്ഞു. അവിടെ നോക്ക ഞാൻ കുട്ടീനെ അങ്ങോട്ട് നോക്കിപ്പിക്കുക. ആ മമ്മീനെ നോക്കിക്ക. പള്ളിയാട്ടത് അതിന്റെ മേലെ കയറുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരുന്നത്. അവിടെ എന്തൊക്കെയോ പറയേണ്ടതാണ്. ക്യാമറ ആക്ഷൻ. ആ കുട്ടി ഒന്നും പേടിക്കണ്ട, പേപ്പൻ കൂടെ ഉണ്ട്. നിനക്കുണ്ടാ? അല്ല മാമി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചു. നേരത്തെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ പറഞ്ഞു. വായോ വാപ്പോര് കണ്ട ഭക്ഷണം പ്ലേറ്റ് ഒന്നും ഇല്ലാതെ പലരും ഇരിക്കുന്നുണ്ടാവും. കഴിഞ്ഞ
പ്ലേറ്റ് ആകണ്ട നോക്കി കഴിച്ചിട്ട് നോക്കി ഫുള്ള് എല്ലിട്ടേ കയ്യില്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞു. ഇതേ വിഭവ സമൃദ്ധമായ ഫുഡ് കഴിക്കണോ ഇങ്ങ് വരൂ. വാ പറഞ്ഞോ എങ്ങനെ. സോ അങ്ങനെ നമ്മുടെ മാമോദീസ കഴിഞ്ഞു, പരിപാടികൾ കഴിഞ്ഞു, ഫുഡ് അടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഡാൻസ് ഞാനായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഡാൻസ് ഞാനായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് സ്റ്റേജിന് ഇറങ്ങിയതിന് ശേഷം. അത് ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ ക്വൈറ്റ് നാച്ചുറൽ. സോ അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ വലിച്ചു നിൽക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.